ഒരു ആടിന്റെ ബോഡി ഇട്ട് അത് നമുക്ക് വറുത്തണ എങ്ങനെയാണെന്ന് നോക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ, കറിവേപ്പില, ഉലുവ, ഒരു 10 ഉലുവ. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കാരിമുളകാണ്, കൊച്ചുള്ളിയൊക്കെ ഒന്ന് ചതക്കേണ്ട, നല്ലപോലെ ചതക്കേണ്ട, ഒന്ന് പൊട്ടിച്ചാൽ മാത്രം മതി. പിന്നെ 2 സവാള, അതും ചെറു കഷ്ണങ്ങളാക്കിയ സവാള. തേങ്ങ നമുക്ക് ഇത് വറട്ടി കോരണ സമയത്ത് ഇത് എണ്ണയിൽ വറട്ടി വാരിയിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ചുവന്ന് വരണം. നമുക്കതിൽ ശകലം ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നല്ലതുപോലെ പെട്ടെന്ന് വാടി വരും. വാടി വരുമ്പോൾ ബോട്ടി, ആട്ടിൻ്റെ ബോട്ടി എന്ന് പറയും, ഞങ്ങൾ കുടലെന്നും പറയും. അപ്പോൾ ഇത് നമ്മൾ വരട്ടുമ്പോൾ ഇതുപോലെ വലിയ പീസാക്കി വേണം കട്ട് ചെയ്തെടുക്കാൻ. ഞാൻ ഇതിന് മുന്നേ ഒരു 6 മാസത്തിന് മുന്നേ ഇത് ബോട്ടി കിട്ടി, അത് തോരൻ വെച്ച് അത് വൃത്തിയാക്കണ രീതിയും കാണിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വൃത്തിയാക്കണത് ഞാൻ അതുകൊണ്ടാണ് വൃത്തിയാക്കണത് കാണിക്കാത്തത്. അപ്പോൾ ഇത് നല്ലപോലെ വൃത്തിയാക്കി കഷ്ണമാക്കിയതാണ്. വലിയ പീസാണ്. വരട്ടാൻ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ അതുപോലെ വലിയ പീസാക്കി തന്നെ എടുക്കണം. ഇനി അതിന് ആവശ്യമായിട്ടുള്ള സാധനം ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയും എരിയുള്ള മുളകും കൂടെ പൊടിച്ചതാണ്. അപ്പോൾ രണ്ടും കൂടെ ചേർത്തുകൊണ്ട് കാശ്മീരി മുളക് പൊടി ആണ് കൂടുതൽ. എരി കുറവുമായിരിക്കും, നല്ല നിറവും കിട്ടും. എന്നാൽ ഇത് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി, വറുത്താനായതുകൊണ്ട് മല്ലിപ്പൊടി നമ്മൾ അല്പമേ ഇട്ട് കൊടുക്കാവും. ഉള്ളി നല്ലതുപോലെ അത് വാടി വന്നിട്ടുണ്ട്. നല്ല ഇളം കളറായതാ. പച്ചലപ്പൊക്കെ മാറി നല്ല ഇളം ചുവപ്പ് കളറായി. ഇനി നമുക്ക് ഈ ബോട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആ തുണിയും നിർത്താൻ മക്കളെ അതുകൊണ്ടിരിക്കും. നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചിടണം. ഇത് ഇത്തിരി വലിയ ഒരു ബോട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി നേരം കിടന്നാലേ വേവുള്ളൂ. നമുക്കൊരു 5 മിനിറ്റ് ഇത് നമുക്ക് ആവിയിലിടാം.
ആവിയിൽ കിടന്ന് ഒന്ന് വാടി വരട്ടെ. അപ്പം നല്ലതുപോലെ അതാ ആവി കയറി നല്ല ഒന്ന് വാടി വന്നിട്ടുണ്ട്. കണ്ട നല്ല പരുവത്തിന് ഇതാണ്ട. ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവണമെന്ന് നല്ലതുപോലെ വേവണം. അപ്പോൾ നമ്മൾ നല്ല വെട്ടി തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. തണുത്ത വെള്ളം ഒഴിക്കരുത്, അല്ലെങ്കിൽ കല്ലിച്ചു. ഇനി നമ്മൾ ഒത്തിരി നേരം ഇട്ട് വേവണം. മുറ്റി എന്നതാണ്, അതുകൊണ്ട് ഇത്തിരി സമയം കിടന്നാലേ പറ്റുള്ളൂ. അപ്പോൾ നല്ലതൊരു വേവട്ട് വെന്തതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാം. നമ്മളെ ഓട്ടി വറുക്കാനുള്ളത് എല്ലാം വറ്റി വന്ന് വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി നല്ല വരണ്ട് വന്നിട്ടുണ്ട്. നല്ല പാകത്തിന് വന്നു, നല്ലതുപോലെ ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടി, കറി മസാലപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. എല്ലാ കറി മസാലയുടെ എല്ലാ പട്ടയും ഏലക്കയും ഗ്രാമ്പും പെരുംജീരകവും എല്ലാം കൂടെ അതിട്ട് കൊടുത്തു. ഇനി ഒത്തിരി നല്ല അളവ് പൊടി, നല്ല അളവ് കുരുമുളക്, നല്ല അളവെന്നും പറയും കുരുമുളകെന്ന് പറയും. അപ്പം കുരുമുളക് പൊടി. അപ്പം ഇത് ഇട്ടിട്ട് നമ്മൾ ഇതിൽ തേങ്ങ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് നല്ല വറുത്ത് കോരി ഇതിൽ ഇടയാണ്. അപ്പോൾ ഇത് ഈ വറട്ടിയ ഓട്ടിയിലൂടെ ഇറക്കി തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ പിടിക്കുമ്പോൾ വറട്ടണയിൽ ഇങ്ങനെ വറുത്ത് കോരി ഇട്ട് കൊടുക്കണം. അപ്പം നമ്മളെ ഓട്ടി വറട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പല പലഹാരത്തിലൂടെ, ചോറിൻ്റെ കൂടെ, മരിച്ചീനിയുടെ കൂടെ, ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. എന്തൊരു വേണോ കഴിച്ചു നോക്കണം. ഞാൻ വാപ്പ വേറോട്ടം വെച്ചോണ്ട് വരും. ഒന്ന് എടുത്ത് കഴിച്ചു നോക്കിയാണ്. അറ്റത്ത് നിർത്തത് ഞാൻ കഴിക്കൂല കേട്ടാ, എനിക്ക് കഴിച്ചുകൂടാ. എനിക്ക് പോത്തും ആടിൻ്റെ ഒന്നും മാംസങ്ങൾ കഴിച്ചുകൂടാ. ചറിച്ചിലാണ്. കഴിച്ചു നോക്കാമല്ലോ. ഇതെല്ലാം നമുക്ക് വെറോട്ട കൊണ്ടുവന്നിട്ട് അതിൻ്റെ കൂടെ കഴിക്കാം നിങ്ങൾക്ക് കേട്ടോ. അപ്പം ഇന്നത്തെ ബോട്ടി വറട്ടണത് വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വാങ്ങി വറട്ടി നോക്കണം. ഇത് കഴിക്കണവർക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നാളെ നല്ല വറുത്തിട്ടത് തേങ്ങയൊക്കെ വറുത്തിട്ട് ഇതുപോലെ വറുത്തിയെടുക്കണം കേട്ടോ. പലഹാരത്തിലൂടെയും ചോറിൻ്റെ കൂടെയും മച്ചിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ഞാൻ ആദ്യമൊക്കെ കഴിക്കുമായിരുന്നു, ഇപ്പം എനിക്ക് കഴിച്ചുകൂടാ. ഇത് അലർജി ഉണ്ട്. ഇതും പോത്തും ഒന്നും കഴിച്ചുകൂടാ, ആടിൻ്റെയും പോത്തിൻ്റെയും ഒന്നും കഴിച്ചുകൂടാ. ചിക്കൻ വല്ലപ്പോഴും ഒത്തിരി പോലെ ഞാൻ കഴിക്കും. അപ്പം ഇനി പൊറോട്ട അതുകൊണ്ട് വന്നിട്ട് കഴിക്കും. അപ്പോൾ ഇന്നത്തെ ബോട്ടി വറുത്തതിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റാ.